ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അതിനുമായി സംബന്ധിക്കുന്നതിനായി ഡോക്ടർ ഗിരീഷ്, പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ലൈവ് പ്രോഗ്രാമാണ് മൈൻഡ് വാച്ച്. ഇതുമായി സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കും കൗൺസിലിങ്ങിനുമായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഡോക്ടറുമായിട്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, ഇപ്പോൾ കോമണായി എല്ലായിടത്തും കേട്ടുവരുന്ന ഒരു പ്രശ്നമാണ് ADHD അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് കേൾക്കുന്നത്. ഇപ്പോൾ സ്കൂളിലായാലും വീട്ടിലായാലും പേരൻസും ടീച്ചേഴ്സും എല്ലാം കംപ്ലൈൻറ്റ് പറയുന്ന കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണ്. എന്താണ് ഡോക്ടർ ഈ ഹൈപ്പർ ആക്ടിവിറ്റി? അഥവാ ഇതൊരു മാനസിക പ്രശ്നമാണോ, സീരിയസ് ഒരു ഇഷ്യൂ ആണോ? ഇതിനൊരു സീരിയസ് ഇഷ്യൂ ആണോ, ഒരു മാനസിക രോഗമാണോ എന്നൊക്കെ വിളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊതുവായി ആദ്യം എൻ്റെ ലക്ഷണങ്ങൾ നോക്കിക്കഴിയാമെങ്കിൽ, ഒന്ന് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ലിസോ ഞാനൊക്കെ എത്ര ആക്റ്റീവ് ആവുന്നു അതിനേക്കാൾ വളരെ വളരെ കൂടുതൽ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഇവിടെ ലിസിനോട് ഇരിക്കാൻ പറ്റുന്നു, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഈ ഷോ മുഴുവൻ തീർക്കുന്ന ഒരു കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. അവിടെ ചാടി ഇവിടെ ചാടി എക്സാക്ട്ലി മോട്ടർ ഫിറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓടി നടക്കുന്ന ചുണ്ടലിയുടെ സ്വഭാവം എന്ന് വിളിക്കാം. നമ്മൾ സാധാരണ ചുണ്ടലി സ്വഭാവം എന്ന് പറയുന്നില്ലേ, അങ്ങനെ ചുണ്ടലി സ്വഭാവമുള്ള ഒരു കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് വിളിക്കാൻ പറ്റും. ഒന്ന് അത് മാത്രമല്ല, മറ്റൊന്ന് ഡിസ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ ശ്രദ്ധ പൂർണ്ണമായി നിൽക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം മൈൻഡ് വാച്ച് എന്ന് പറഞ്ഞാൽ മൈൻഡ് മനസ്സിൽ കയറും, വാച്ച് നഷ്ടപ്പെട്ടു. കാരണം വാച്ച് എന്ന് പറയുന്നതിന് മുമ്പേ അതിൻ്റെ ശ്രദ്ധ മറ്റൊരു തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ് വാച്ച് ആ നിലയ്ക്ക് അത് മാറിപ്പോകുന്നു. മൈൻഡ് വാച്ച് കിട്ടാതെ, കാരണം കുറച്ച് അറ്റൻഷൻ, സ്പാൻ ഓഫ് അറ്റൻഷൻ വളരെ ലിമിറ്റഡ് ആവുന്നു. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണ്, ഞാൻ ക്യൂവിൽ നിൽക്കേണ്ട വ്യക്തിയാണ്, പക്ഷേ എൻ്റെ മുന്നിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ഞാനൊന്നും നോക്കാതെ ആ കുട്ടിയെ തള്ളിക്കൊണ്ടായിരിക്കും മുന്നോട്ട് വരിക. അപ്പോൾ ഇങ്ങനെ മൂന്ന് സ്വഭാവങ്ങൾ, മൂന്ന് പ്രധാന ലക്ഷണങ്ങൾ ഉള്ള ഹൈപ്പർ ആക്ടിവിറ്റി, ഇരിക്കാൻ പറ്റാതെ എടുത്തു കിടന്ന സ്വഭാവം, മറ്റൊന്ന് ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടം, ഡിസ്ട്രാക്റ്റബിലിറ്റി, ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന സ്വഭാവം, ഇത് മൂന്നും കാണുന്ന അവസ്ഥയുള്ളതിനെ നമുക്ക് ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് വിളിക്കാം. ഇതൊരു സീരിയസ് ഇഷ്യൂ എക്സാക്ട്ലി ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മനോരോഗമാണോ എന്ന് ചോദിച്ചാൽ മനോരോഗമല്ല, ഒരു പെരുമാറ്റ പ്രശ്നമാണ്. പക്ഷേ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ മസ്തിഷ്ക സംബന്ധമായ വികസന ഘട്ടത്തിലുണ്ടാകുന്ന ചില പരിമിതികൾ, എക്സാക്ട്ലി എന്തുകൊണ്ടാണെന്നുള്ള കാരണത്തെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകളും പഠനങ്ങളും നടക്കുന്നുവെങ്കിലും ഒരു കൺക്ലൂസീവായിട്ട് ഇതിൻ്റെ രോഗകാരണം അല്ലെങ്കിൽ എയ്റ്റിയോളജി ഇന്നതാണ് എന്ന് പറയുവാൻ ഇന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോഗ്നിറ്റീവ് സയൻസസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ബട്ട് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് കുട്ടികളിലാണോ ഡോക്ടർ കൂടുതൽ കണ്ടുവരുന്നത്, അതോ മുതിർന്നവരിലേക്ക്? ഇത് കുട്ടികൾ തുടങ്ങുന്നു, അതിലേക്ക് ലിസിൻ്റെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾ തുടങ്ങി മുതിർന്നവരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ലിസ് ആദ്യം ചോദിച്ചത് സീരിയസ് പ്രശ്നമാണെന്ന് ചോദിച്ചു. സീരിയസ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ ആദ്യമേ കണ്ടെത്തിയ ശേഷം അവർക്ക് വേണ്ട ചികിത്സാ നടപടിക്രമങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമല്ലാതായി തീരും. പക്ഷേ നമ്മൾ അത് കണ്ടെത്തേണ്ട സമയങ്ങൾ കണ്ടെത്തി ഇത് ഒരു ADHD ആണ് അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് എന്ന കാര്യം മനസ്സിലാക്കാതെ വിട്ടുകഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് മുതിർന്നു കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും കാണാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കാണുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം. കാരണം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ നല്ലൊരു ഭാഗത്തിലും പഠന വൈകല്യം കാണാറുണ്ട്. കാരണം ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പറ്റുന്നില്ല, ഇൻഫർമേഷൻ പ്രോസസ്സിങ് നടക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുക, അതിനുള്ള അവസരം നഷ്ടപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നു. രണ്ടാമത് വരുന്ന ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് കോണ്ടാക്ട് ഡിസോർഡർ, പെരുമാറ്റ പ്രശ്നങ്ങൾ. കാരണം മിക്കവാറും ഈ ഇമ്പൾസിവിറ്റി കാരണം കുട്ടികൾ തല്ലുണ്ടാക്കുക, അടി ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക. അതിൻ്റെ ഫലമായിട്ട് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു ചട്ടമ്പിക്കുട്ടി, മനസ്സിലായോ, ചട്ടമ്പിക്കുട്ടി എന്നുള്ളൊരു ലേബൽ വാങ്ങുക, എവിടെയും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ ഇവരാണ് എന്ന നിലയ്ക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുക, അങ്ങനെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കാണുന്ന രണ്ട് കോമോർബിഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കാണുന്ന അവസ്ഥകളാണ്. ഇവിടെ ഇതിനെ തിരിച്ചറിഞ്ഞ ശേഷം പരിഹാരങ്ങൾ ഉണ്ടാക്കിയാൽ നല്ലതാണ്. അതില്ലെങ്കിൽ മുതിർന്നു കഴിയുന്ന അവസ്ഥയിൽ മറ്റൊരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട്. പലപ്പോഴും കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മുതിർന്നാൽ നമുക്ക് പിന്നെ കൺട്രോൾ പറ്റില്ല. ഒന്ന് ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ലഹരികളുടെ ഉപയോഗത്തിലേക്ക് പോകുന്ന വ്യക്തികൾ ഒരുപാട്.
സോഷ്യോപതിക് പേഴ്സണാലിറ്റി, സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്ന വ്യക്തികൾ മറ്റൊരു ഭാഗത്ത്. എക്സാക്ട്ലി. പഠിച്ചുയരാൻ സാധ്യമായ നിലയ്ക്ക് എത്താൻ പറ്റാതെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീമൊക്കെ താണ് അതിൻ്റെ ഫലമായിട്ട് കഷ്ടപ്പെടുന്ന കുട്ടികൾ മറുഭാഗത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലൈഫിനോട് ഇനി റിസ്കി ബിഹേവിയർ കാണിക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തരം കുട്ടികൾ എത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുട്ടികളെ കണ്ടെത്തി അതിനു വേണ്ടിയുള്ള പരിഹാരം കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനുള്ള റെമഡിയൽ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ മനഃശാസ്ത്ര നടപടിക്രമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത് ആൺകുട്ടികൾക്കിടയിലാണോ പെൺകുട്ടികൾക്കിടയിലാണോ കൂടുതലായിട്ടും കൂടുതലായി കാണുന്നത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളിലും കാണാറുണ്ട്. അപ്പോൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് തീർച്ചയായിട്ടും ലിസ്റ്റ് എംഫസൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ആൺകുട്ടികളിലാണ്. പക്ഷെ പെൺകുട്ടികളും കാണാറുണ്ട്. ഒരുപക്ഷെ ആൺകുട്ടികൾ കൂടുതൽ അടിപിടി ബഹളം ഇങ്ങനെ കാണുമ്പോൾ പെൺകുട്ടികളിൽ ചില സ്വഭാവ പ്രശ്നങ്ങൾ, കള്ളം പറയുക, അല്ലെങ്കിൽ ചില കുഞ്ചു മോഷണങ്ങൾ, എക്സാക്ട്ലി, പിന്നെ ഒരുപാട് ഫ്ലർട്ടീഷ്യസ് റിലേഷൻഷിപ്സ് ഇങ്ങനെയൊക്കെ പോകുന്ന സ്വഭാവങ്ങൾ ആ നിലയ്ക്ക് മാറുന്നതിൻ്റെ അവസ്ഥ പെൺകുട്ടികൾ സാധാരണഗതി കാണാറുണ്ട്. അപ്പം ഇതിനുള്ള നല്ല ട്രീറ്റ്മെന്റ് ആണോ കൗൺസിലിംഗിൽ വഴി? ഇതിന് സത്യം പറഞ്ഞാൽ ഇതിനോട് സമീപനത്തിന് ഒരു വളരെ സമഗ്രമായിട്ടുള്ള സമീപനമാണ് ഇതിന് വേണ്ടത്. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സമീപനം സഹായകരമായിരിക്കത്തില്ല. സമഗ്രമായ സമീപനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് കുട്ടിയെ കാണുക മാത്രമല്ല, വീട്ടുകാരെ കാണേണ്ടത് ആവശ്യമാണ്. സ്കൂൾ തലത്തിൽ ഫോൾട്ടി പാരന്റിംഗ് ആണ് ഇത് വരാൻ ചാൻസ്. ഫോൾട്ടി പാരന്റിംഗ് അതിലേക്ക് വരാം. വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ കുട്ടിയുടെ അകത്ത് ഇടപെടേണ്ട ആവശ്യമാണ്, പിന്നെ വീട്ടുകാരുമായിട്ട് ഇടപെടേണ്ടത് ആവശ്യമാണ്, മൂന്നാമത് സ്കൂള് വിദ്യാഭ്യാസ സംവിധാനമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ലിസ്റ്റ് ചോദിച്ച പോലെ ഫാൾട്ടി പാരന്റിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ADHD കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട്. അപ്പം അതിനകത്തുള്ള ഒരു വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികാരോഗ്യ മേഖലയിലെ വിദഗ്ധന്മാർ പലപ്പോഴും ADHDയെ വേണ്ടതിലധികം കൂടുതൽ രോഗനിർണയം നടത്തുന്നു, അതുകൊണ്ട് ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ രോഗികളാക്കി മാറ്റുന്നു എന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിമർശനാത്മകമായി സമീപിച്ചിട്ടുള്ള ഒരു ലോകപ്രശസ്തനായ ന്യൂറോളജിസ്റ്റാണ് ബോമാൻ, അമേരിക്കയിലുണ്ടായിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലുണ്ടായിരുന്ന ഒരു ന്യൂറോളജി കൺസൾട്ടൻ്റാണ്, സീനിയർ കൺസൾട്ട് ബോമാൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പറയപ്പെടുന്ന ADHD എന്ന് പറഞ്ഞ കുട്ടികളിൽ നല്ലൊരു ഭാഗവും ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന നിലയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതല്ല, മറിച്ച് ഈ പറഞ്ഞ ഫാൾട്ടി പാരൻറ്റിങ്, ഇപ്പം വളരെ പിഡീറ്റീവായിട്ടുള്ള അന്തരീക്ഷത്തിൽ, ശിക്ഷ നൽകുന്ന അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ, വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കുടുംബങ്ങൾ വളരുന്ന കുട്ടികൾ, അതിൽ നിന്ന് കണ്ടിട്ട് കുട്ടികൾ ഇങ്ങനെ അതിൽ നിന്നും അത്തരം പശ്ചാത്തലത്തിൽ നിന്നുള്ള കുട്ടികൾ ഈ നിലയ്ക്ക് വരാം എന്നത് ഒരു ഭാഗം. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ ലോകത്ത് കൂടുതൽ ഇപ്പം നെറ്റുമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നു, ലാപ്ടോപ്പിൽ എപ്പോഴും വർക്ക് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എപ്പോഴും മൊബൈൽ ഫോണിന് പോകുന്നു. അപ്പം ഇതൊക്കെ നൽകുന്ന ഒരു കൃത്രിമമായ അന്തരീക്ഷത്തിൻ്റെ ഫലമായിട്ടും ഒരുപക്ഷെ കുട്ടികൾക്ക് ഇത്തരം അവസ്ഥകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം ചേർത്തിട്ട് എല്ലാം നമ്മൾ പിന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡർ എന്ന് വിളിക്കുന്നതിന് പകരം അതിൻ്റെ സബ് ടൈപ്സുകളോ അതിനെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ പരിശോധന അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിനൊരു പങ്കുണ്ട്. ബട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് നമ്മൾ നടക്കുന്ന അവസരത്തിൽ കുടുംബാംഗങ്ങളെ, അച്ഛനും അമ്മയും വിശ്വാസത്തിലെടുക്കുക, അവരെ പാരൻറ്റിങ്ങിലേക്ക് മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ചില സംവിധാനങ്ങൾ മുന്നോട്ട് നീങ്ങാനുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഇതിൻ്റെ ആവശ്യകത വരുന്നത്, ഈ രക്ഷകർത്താക്കളെ കൂടെ വിൻ ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സിനെ. ഫോർ എക്സാമ്പിൾ, ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷം സ്കൂളുകളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്കൂളുകളിൽ നമുക്കൊരു നോമുണ്ട്, എങ്ങനെയായിരിക്കണം ഒരു മോഡൽ കുട്ടിയെന്ന്. അപ്പം ഇതാണ് കുട്ടി എന്ന അർത്ഥത്തിൽ പണ്ടേ പഠിപ്പിച്ചു വരുന്ന അധ്യാപകർ അല്ലെങ്കിൽ സ്കൂളിലെ സംവിധാനങ്ങൾ പലപ്പോഴും ADHD ഉള്ള കുട്ടിയെ ഒരു പെരുമാറ്റ പ്രശ്നമുള്ള കുട്ടി എന്ന അർത്ഥത്തിൽ കണ്ടുകൊണ്ട് അതിനെ മുഖ്യധാരയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായി കാണുന്നതിന് പകരം പലപ്പോഴും ഒരു പ്രോബ്ലം ചൈൽഡായി കാണുന്നുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഹലോ, കേൾക്കാമോ? കേൾക്കാലോ. ആരാ സംസാരിക്കുന്നത്? തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് ആരാ സംസാരിക്കുന്നത്? പ്രവിതയാണ്. പ്രവിത, ഓക്കെ. മൈൻഡ് വാച്ചിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഡോക്ടർ, എന്റെ മോന് ഒരു വാൽപാരിൻ 200 mg കഴിക്കുന്നുണ്ട്. ചെറിയൊരു പിന്നെ EG എടുത്തപ്പോ ചെറിയ ചേഞ്ചസ് കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് കഴിക്കുന്ന മരുന്നിന് ഒരു ചെറിയ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ പ്രോബ്ലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആള്. അല്ല, അവസാനം പറഞ്ഞ മനസ്സിലായി. വാൽപാരിൻ കഴിക്കുന്നു, അതിന്റെ ആദ്യം അവസാനം പറഞ്ഞെന്താ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യാമോ?
ഹലോ പറഞ്ഞു. അവസാനം പറഞ്ഞ എന്താണ്? ഇത് വാൾപ്പാരിൻ മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ പറഞ്ഞത്? ആ ഡോക്ടർ പറഞ്ഞു ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു ഇത് കാണിക്കുമെന്ന് പറഞ്ഞു. കുട്ടി ഇങ്ങനെ ചാട്ടവും ഓട്ടവും കുറച്ച് ബഹളങ്ങൾ, ആള് കുറച്ച് സൈലന്റ് ആയിരുന്നു ചെറുതായിരുന്നപ്പോ. പക്ഷെ ഇപ്പൊ ആള് ഇച്ചിരി ഒന്ന് വയലന്റ് ആയിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് അറിയാനായിട്ടായിരുന്നു. അപ്പൊ നേരത്തെ കുട്ടിക്ക് ഫിറ്റ്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു? ഫിറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഫിറ്റ്സ് കഴിക്കുന്നു, അല്ല ഫിറ്റ്സിൻ്റെ പ്രശ്നമുണ്ട്, അതിന് വേണ്ടിയുള്ള മരുന്ന് കഴിക്കുന്നു, അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഫിറ്റ്സ് പിന്നെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻ സ്റ്റെബിലൈസ് ചെയ്തൊരു കണ്ടീഷൻ ആവുന്ന അവസരത്തിൽ അത് ടേപ്പർ ഓഫ് ചെയ്ത് നിർത്തും എന്നുള്ളതായിരിക്കും ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഈ ADHD എന്ന് പറയുമ്പോൾ സാധാരണ മരുന്ന് കഴിച്ച് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടുണ്ടാകുന്ന ഒരവസ്ഥയല്ല, മറിച്ച് ചില കുട്ടികളിൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറായി മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് അല്ലാതെ തന്നെ ഈ കാണുന്ന കൂടുതൽ ബഹളം ഉണ്ടാക്കുക, അടങ്ങിയിരിക്കാൻ പറ്റാതിരിക്കുക, ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, എടുത്തു ചാടുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അടങ്ങുന്ന കുട്ടികളെയാണ് കൂടുതൽ കാണുക. അവരെയാണ് നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ ഫോക്കസ് ചെയ്യുന്നത്. വെൽക്കം. വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമ്മളെന്തായിരുന്നു ഈ ഒരു ഫിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത് ശരിക്കും അതിനൊരു അല്ല, അത് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില മെഡിസിൻസിന് ചില സൈഡ് ഇഫക്ട്സുകൾ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ചില സൈക്കാട്രിക് ഡ്രഗ്സ് കഴിക്കുന്ന അവസരം. നമുക്കൊരു ഇടവേളയിലേക്ക് കടക്കാം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരാം. മൈൻഡ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം ഡോക്ടർ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ. കേൾക്കാം. കോഴിക്കോട് നിന്ന് ആരാണ് സംസാരിക്കുന്നത്? സൂരജ് ഡോക്ടറിനോട് ചോദിച്ചോളൂ. സാറേ, എന്റെ മോന്ന് വെച്ചാൽ ഒരു 8 വയസ്സ് കഴിഞ്ഞപ്പോ, പിന്നെ ഇപ്പം 3ാം ക്ലാസ്സിലാണ്. അപ്പൊ ഇത് ഇവനിങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ വളരെയധികം വികൃതി, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ. അപ്പൊ ഇത് ഡോക്ടർ കാണിക്കേണ്ട കാര്യമാണോ അല്ലെങ്കിൽ? അല്ല, ഞാൻ പറയുന്നത് ഈ കുട്ടിയുടെ പിന്നെ സ്വഭാവം കുട്ടിക്കോ നമുക്ക് ചുറ്റുമുള്ളവർക്കോ ഒരു അസ്വസ്ഥതയും ആ കുട്ടിയുടെ സ്വാഭാവിക വളർച്ചയ്ക്കും അല്ലെങ്കിൽ വീട്ടിൻ്റെ സ്വസ്ഥമായ അന്തരീക്ഷത്തിനും ഒക്കെ തകരാറുണ്ടാക്കുകയും കുട്ടിയുടെ വിദ്യാഭ്യാസ ജീവിതത്തിന് വേണ്ട വിധത്തിൽ അതിൻ്റെ ബുദ്ധി അനുസരിച്ച് വിദ്യാഭ്യാസ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല എന്ന തോന്നലുണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധ സേവനം സ്വീകരിക്കേണ്ടതാണ്. എത്ര തീവ്രതയുണ്ട് ഈ പ്രശ്നത്തിന് എന്നത് ആശ്രയിച്ചിട്ടാണ് ഇതിനുള്ള വൈദഗ്ധ്യം ആർന്ന അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ചികിത്സാ സേവനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത്. അതൊരു സംശയമാണ്, അതിനെ കാണിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയം. അതായത് ഇപ്പൊ എത്ര കണ്ട് ഡിസ്റപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര കണ്ട് കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. കുഴപ്പം എന്ന് പറഞ്ഞാൽ പഠനത്തിൽ വളരെ മോശം, പിന്നെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും കസാര മറിച്ചിട്ടുകൊണ്ടിരിക്കും, ചെയ്ത് ഒത്തിരി ഉറങ്ങുമ്പോൾ മാത്രമേ അയാൾ ഇരിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ വളരുന്നതനുസരിച്ച് ഈ പ്രശ്നം കൂടി വരും എന്ന് മാത്രമല്ല പഠനവുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള സ്ഥിരമായ ഓർമ്മയും അല്ലെങ്കിൽ സ്ഥിരമായ കോൺസെൻട്രേഷനും നിലനിർത്തേണ്ടി വരുന്ന കാര്യങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാവാം എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയും, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ നന്നായിരിക്കും. അല്ല, ഇപ്പോൾ ഇപ്പോൾ ഈ കുട്ടികളുടെ ഈ പ്രശ്നങ്ങളിൽ കൂടുതൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ചൈൽഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവും. ചികിത്സാ മനഃശാസ്ത്രജ്ഞന്മാരിൽ തന്നെ ഈ കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങളിലും കൗമാരപ്രായക്കാരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ടാകും. അപ്പോൾ അവരെ നമ്മൾ കാണിച്ച ശേഷം അവരുടെ അഭിപ്രായത്തിലുള്ള ഒരു ചികിത്സാ സംവിധാനം, അത് കുട്ടിക്കും കുടുംബത്തിലെ ചില മാറ്റങ്ങൾ, പെരുമാറ്റ മാറ്റങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടുള്ള ചില ഐഡിയകൾ നൽകൽ, അങ്ങനെ ഈ 3 ഗ്രൂപ്പിനെ സമഗ്രമാക്കി ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ കുട്ടിക്ക് ഫലപ്രദമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്ഥിരമായ ഇത്തരത്തിലുള്ള പരിഹാര മനഃശാസ്ത്ര പഠന സംബന്ധമായ ചികിത്സാ മാർഗങ്ങൾ ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിൽ നൽകാമെങ്കിൽ പ്രകടമായ വ്യത്യാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. 8-9 വയസ്സിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? കഴിയുന്നതും സൂണർ ദ ബെറ്റർ. നമ്മൾ ആദ്യം നേരത്തെ ചെയ്യാമെങ്കിൽ ഏറ്റവും ഫലം നന്നായിരിക്കും. കാരണം പലപ്പോഴും വളരുമ്പോൾ മാറുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുഴപ്പം കൂടും. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ ആയിരിക്കുകയാണ്. കൂടുതൽ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിരുന്നു ഇത്, എങ്കിലും സമയത്തിന്റെ പരിമിതി മൂലം നമുക്കിവിടെ ഈ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി ഡോക്ടർ.